ഇന്നേക്ക് കൃത്യം 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങളിൽ ഒന്ന് പറയും. ഒന്നുകിൽ ഞാൻ എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിച്ചു എന്ന് അഭിമാനത്തോടെ പറയും, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഞാൻ ഇന്നും നിൽക്കുന്നത് എന്ന് നിരാശയോടെ പറയും. ഈ 2 അവസ്ഥകളും തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്നെടുക്കാൻ പോകുന്ന ഒരു ചെറിയ തീരുമാനമാണ്. ഇത് വെറുമൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മറന്നുപോയ ഏതെങ്കിലും പ്രൊഡക്ടിവിറ്റി ആപ്പുമല്ല. ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തെ പുനർക്രമീകരിക്കാനുള്ള, റീവയർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓരോ തവണയും രാവിലെ അലാറം അടിക്കുമ്പോൾ നിങ്ങൾ ആ സ്നൂസ് ബട്ടൺ അമർത്തുന്നത് വെറും 9 മിനിറ്റ് ഉറക്കത്തിനു വേണ്ടിയല്ല, പകരം നിങ്ങളുടെ ഭാവിയിലെ വിജയത്തെ പണയപ്പെടുത്തിയാണ് നിങ്ങൾ ആ സമയം വാങ്ങുന്നത്. പഠനങ്ങൾ പറയുന്നത് ഉണർന്നെഴുന്നേൽക്കുന്ന ആദ്യത്തെ 90 മിനിറ്റിൽ നിങ്ങളുടെ തലച്ചോർ 40% കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്നാണ്. എന്നാൽ മിക്കവരും ആ സമയം ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കിയോ അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചോ പാഴാക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന വിജയികൾ ആരും സൂപ്പർ ഹീറോകളല്ല. അവർ വെറും നേരത്തെ ഉണരുന്നവർ മാത്രമാണ്. അവർക്ക് അലാറം ശബ്ദത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല അവർ എഴുന്നേൽക്കുന്നത്, മറിച്ച് ആ സമയത്തുള്ള നിശബ്ദതയും ശ്രദ്ധയും, ലേസർ ബീം ഫോക്കസ്, മറ്റാരും ശല്യപ്പെടുത്താനില്ലാത്ത അവസ്ഥയും അവർ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് വരും വർഷങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ പോകുന്നത്. രാവിലെയുള്ള 1 മണിക്കൂറിൻ്റെ സൈക്കോളജി. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ഞാനിവിടെ നിങ്ങളെ നിർബന്ധിക്കാൻ വന്നതല്ല, മറിച്ചൊരു തന്ത്രം കാണിച്ചു തരാൻ വന്നതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന 95% ആളുകളും ആദ്യം ചെയ്യുന്നത് ഫോൺ നോക്കുക എന്നതാണ്. ആ നിമിഷം തന്നെ അവർ മാനസികമായ പിരിമുറുക്കത്തിലേക്ക് വീഴുന്നു. എന്നാൽ ഉണർന്നാലുടൻ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം കാര്യത്തിനായി മാറ്റിവെച്ചാൽ നിങ്ങൾ ലോകത്തിലെ 95% ആളുകളെക്കാളും മാനസികമായി മുന്നിലെത്തും. രാവിലെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ വെറുമൊരു സമയമല്ല, അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ലോഞ്ചിങ് പാഡാണ്. ആ സമയത്ത് തലച്ചോറിൽ ഡോപ്പമിൻ, കോർട്ടിസോൾ എന്നീ കെമിക്കലുകൾ ഉയർന്ന അളവിലുണ്ടാകും. ഇതിനെ ശാസ്ത്രീയമായി ഫ്ലോ പ്രോൺ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളുടെ തലച്ചോർ ആ സമയത്ത് നനഞ്ഞ മണ്ണുപോലെയാണ്. നിങ്ങൾ എന്ത് നൽകുന്നുവോ അതവിടെ ഉറച്ചുപോകും. ഡിസ്ട്രാക്ഷനുകൾ നൽകിയാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകും. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ നൽകിയാൽ നിങ്ങൾ വളരും. റിയൽ കമ്പൗണ്ടിംഗ് ഗ്രോത്ത്. 5 AM പവർ റുട്ടീൻ, ദ ഹീറോ പ്രോട്ടോകോൾ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു റിയൽ ലൈഫ് ഹീറോയെ പോലെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഹൈഡ്രേഷൻ. രാത്രി മുഴുവൻ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും പിന്നാലെയോടിയ നിങ്ങളുടെ തലച്ചോർ രാവിലെ ലോ ബാറ്ററി മോഡിലായിരിക്കും. ഉണർന്നാലുടൻ ധാരാളം വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഉണർത്തും. മൂവ്മെൻറ്റ്. 10 പുഷപ്പുകൾ എടുക്കുകയോ അല്പം ദൂരം നടക്കുകയോ ചെയ്യുക. ശരീരത്തിന് നൽകുന്ന ഈ ചെറിയ ആയാസം നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. ഇത് നിങ്ങളുടെ മടി ഇല്ലാതാക്കാനുള്ള ആദ്യ പടിയാണ്. സിംഗിൾ ഗോൾ. 40 കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനു പകരം ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം എഴുതിവെക്കുക. ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരാനിരിക്കുന്ന ദിവസത്തെ കൂടുതൽ എളുപ്പമാക്കും. ഇന്ന് ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കും എന്ന രീതിയിലുള്ള കൃത്യമായ ലക്ഷ്യം വേണം. ലേണിംഗ്. ദിവസവും ഒരു 5 പേജെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ പഠിക്കുകയോ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റോ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ അറിവോ നേടുന്നത് നിങ്ങളെ മറ്റൊരാളെയും ആശ്രയിക്കാത്ത സ്വതന്ത്രനായ ഒരു വ്യക്തിയാക്കി മാറ്റും. പ്രൊട്ടക്ഷൻ. രാവിലെയുള്ള ഈ 1 മണിക്കൂർ അതീവ പവിത്രമാണ്, സീക്രട്ട്. ഈ സമയത്ത് ഇമെയിൽ നോക്കാനോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനോ പാടില്ല. നിങ്ങളുടെ ശ്രദ്ധ ഒരു വിലപ്പെട്ട വസ്തുവായി കരുതി അതിനെ സംരക്ഷിക്കുക. ഐഡന്റിറ്റി ബിൽഡിംഗ്. ഇതൊരു രാവിലത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ആരും നിങ്ങളെ കാണാത്തപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി. മനസ്സ് മടുത്തിരിക്കുമ്പോഴും ആ 1 മണിക്കൂർ സ്വന്തം പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് മാറ്റം കൊണ്ടുവരുന്നവർക്കുള്ളതാണ്.
ഒരു ചെറിയ കണക്ക് കൂട്ടാം. ഒരു ദിവസത്തെ 1 മണിക്കൂർ എന്നത് വർഷത്തിൽ 365 മണിക്കൂറാണ്. ഇത് ഏകദേശം 15 പൂർണ്ണ ദിവസങ്ങൾക്ക് തുല്യമാണ്. മറ്റുള്ളവർ നെറ്റ്ഫ്ലിക്സിൽ സിനിമകൾ കണ്ട് സമയം കളയുമ്പോൾ നിങ്ങൾ ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തതിന് തുല്യമായ അറിവ് നേടിയിട്ടുണ്ടാകും. ചെറിയ ചുവടുകളാണ് വലിയ ദൂരം പിന്നിടാൻ സഹായിക്കുന്നത്. 90 ദിവസത്തെ ചലഞ്ച്. നിങ്ങൾ ഈ ശീലങ്ങൾ തുടങ്ങിയാൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വലിയ മാറ്റം കണ്ടെന്നു വരില്ല. പക്ഷേ 90 ദിവസത്തേക്ക് ഇത് തുടരുക. ആരും കാണാത്തപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ കഠിനാധ്വാനം നിങ്ങളെ പൂർണ്ണമായും മാറ്റും. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ പഴയ മടിയനായ നിങ്ങളെയല്ല, മറിച്ച് സ്വന്തം ജീവിതം നിയന്ത്രിക്കുന്ന ഒരു പുതിയ മനുഷ്യനെയായിരിക്കും നിങ്ങൾ കാണുന്നത്. കൈപ്പേറിയ സത്യമെന്താണെന്നാൽ അടുത്ത 5 വർഷം എങ്ങനെയായാലും വരും. നിങ്ങൾ സ്നൂസ് ബട്ടൺ അടിച്ചാലും ഇല്ലെങ്കിലും സമയം കടന്നുപോകും. നിങ്ങൾ വിജയഗാഥകൾ കേട്ട് കൈയടിക്കുന്ന ഒരാളാകണോ, അതോ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു വിജയഗാഥയായി മാറണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഇനി മുതൽ ആ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭാവി പണയപ്പെടുത്തുകയാണ്. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ഇനി സ്നൂസ് ചെയ്യരുത്. ഒരു പുതിയ ഭാവി കെട്ടിപ്പടുക്കാം. നന്ദി.